ലോകത്ത് മറ്റൊരിടത്തും കാണാത്തത്രയധികം കപടവൈദ്യങ്ങളും അശാസ്ത്രീയ ചികിത്സകളും കൊടികുത്തി വാഴുന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. ലോകമെമ്പാടും ശാസ്ത്രീയമായി തള്ളിക്കളഞ്ഞ ഹോമിയോപ്പതിയും യുനാനിയുമെല്ലാം സർക്കാർ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഈ മണ്ണിൽ മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കാതിരിക്കട്ടെ. ഈ സാഹചര്യത്തിൽ നമുക്ക് യുക്തിയുടെയും ശാസ്ത്രീയതയുടെയും വെളിച്ചം പകരേണ്ടതുണ്ട്. അതിനായി ഈ വേദിയിലേക്ക് എത്തുന്നു പ്രമുഖരായ നമ്മുടെ സ്വന്തം ഡോക്ടർ യു നന്ദകുമാർ, ഡോക്ടർ ഹരീഷ് കൃഷ്ണൻ, നിഷാദ് കൈപ്പള്ളി. ഈ ചർച്ചകളുടെ കടിഞ്ഞാൺ ഡോക്ടർ ഷാ സുൽത്താന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. വി വെൽക്കം ഡോക്ടർ നന്ദകുമാർ, ഡോക്ടർ ഹരീഷ്, മിസ്റ്റർ കൈപ്പള്ളി ആൻഡ് ഡോക്ടർ ഷാ. ഹലോ, നമസ്കാരം എല്ലാവർക്കും. ലിറ്റ്മസ് 25ലേക്ക് സ്വാഗതം. ഇന്ന് ഓപ്പൺ ക്ലിനിക് എന്ന മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതര വൈദ്യം, സമാന്തര ചികിത്സ, ഇത് സമൂഹത്തിന് ഉപകാരമാണോ ഇല്ലയോ എന്നുള്ളതാണ്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് മിസ്റ്റർ നിഷാദ് കൈപ്പള്ളിയോടാണ് ചോദിക്കാനുള്ളത്. താങ്കളെ പോലുള്ളവർ സയൻസ് പ്രൊമോട്ടേഴ്സ്, ഹാർഡ് കോർ സയൻസ് മുന്നോട്ട് വയ്ക്കുന്നവർക്ക് ഇന്ത്യൻ സാമൂഹിക പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു അവബോധം ഇല്ല എന്നുള്ളതാണ്. അതായത് 150 കോടി ജനങ്ങളുള്ള ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഡോക്ടർ പേഷ്യൻ്റ് ആനുപാതികം വളരെ കുറഞ്ഞ നിരക്കിൽ, അതായത് അതിൻ്റെ എണ്ണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നിരക്കിലുള്ളതാണ്. അതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ആയുഷ് പോലുള്ള സമാന്തര ചികിത്സ, നിങ്ങൾ വിളിക്കുന്ന സമാന്തര ചികിത്സ, എയർ കോഡഡ് സമാന്തര ചികിത്സ നമുക്ക് ഉൾക്കൊണ്ടാൽ എന്താ കുഴപ്പം? ഈ ഹാർഡ് കോർ സയൻസ് അടുപ്പത്തിട്ടാൽ കഞ്ഞി ആവത്തില്ല എന്നുള്ള ഒരു മിനിമം അടിസ്ഥാന ബോധമെങ്കിലും ഹാർഡ് കോർ സയൻസ് മുന്നോട്ട് വയ്ക്കുന്ന താങ്കളെ പോലുള്ളവർ ഓർത്തിരിക്കുന്നത് നല്ലതല്ലേ? താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡോക്ടർ പേഷ്യൻ്റ് റേഷ്യോ നമ്മൾ പല കണക്കുകളും പറയുന്നുണ്ട്. പക്ഷേ റഫ്ലി 1:1000 പേഷ്യൻസ് ആണ്. 1 ഡോക്ടർ to 1000 പേഷ്യൻ്റ്. അതായത് ഒരു ഡോക്ടർ 1000 പേഷ്യൻസിനെയാണ് കാണുന്നത്. നമ്മളുടെ ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടർ ആബി ഫിലിപ്പ് പല കാര്യങ്ങളും പറയുകയുണ്ടായി. ഇപ്പം നമുക്ക് ഇന്ന് നിലവിലുള്ള ചികിത്സകളിൽ ഏറ്റവും അധികം തെളിവ് തരുന്നതും ക്ലിനിക്കൽ ട്രയൽ കൂടി കടന്നു പോയിട്ടുള്ള ഒരു മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും ഉള്ള ഒരേ ഒരു രീതി എന്ന് പറഞ്ഞാൽ മോഡേൺ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഇതിന് വേണ്ടി വാദിക്കുന്നതും. അതേസമയം ഇതര വൈദ്യം എന്ന് പറയുന്നതിന് യാതൊരുവിധ തെളിവുമില്ല എന്ന് കുറച്ച് മുമ്പ് തന്നെ ഉള്ള പ്രഭാഷണത്തിൽ തന്നെ നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട, എനിക്ക് മറക്കാനാവാത്ത ഒരു വചനം ആണ്. അതായത് സ്യൂഡോ സയൻസും സയൻസ് അല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് അംഗീകരിച്ചു കൂടെ എന്ന് ഒരു മനുഷ്യൻ പച്ചയ്ക്ക് ഇവിടെ ഈ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് ആരിഫിൻ്റെ അടുത്ത് ചോദിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഇത്ര പോലും വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ സൂഡോ സയൻസ് പുഷ് ചെയ്യുന്നത്. ഒരു മര്യാദയ്ക്ക് വിളിച്ചോണ്ടിരുത്തിയിട്ട് കാര്യങ്ങൾ പോലും ചോദിച്ചാൽ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ആൾക്കാരാണ് സൂഡോ സയൻസ് പുഷ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സർക്കാർ പോലും കപടശാസ്ത്രം വിൽക്കുമ്പോൾ പബ്ലിക്ക്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, ഡോക്ടേഴ്സിന് പോലും പബ്ലിക്കായിട്ട് പറയാൻ മടിയാണ്. വിരലിലെണ്ണാവുന്നുള്ള കുറച്ച് ഡോക്ടേഴ്സ് മാത്രമേ ഈ ആയുഷിനെതിരെ സംസാരിക്കാനായിട്ട് തൻ്റെ ഇടത്തോടുകൂടി നട്ടലോടുകൂടി ഇവിടെ ഇറങ്ങി നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടറല്ല, ബട്ട് ഐ എം എ പേഷ്യൻറ്റ്. ദിസ് ഇസ് ദ റീസൺ ദാറ്റ് ഐ ഹാവ് ടു സപ്പോർട്ട് മോഡേൺ മെഡിസിൻ. താങ്ക് യു. അണ്ടർസ്റ്റാൻഡ് നിഷാദ് കൈപ്പള്ളി. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡോക്ടർ ഹരീഷിനോടാണ്. ഈ ഇടയ്ക്കായിട്ട് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു നടിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പുള്ളിക്കാരത്തി ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. പണ്ട് കാലത്തിൽ ചിത്തഭ്രമം അല്ലെന്നുണ്ടെങ്കിൽ ഭ്രാന്ത് എന്ന് വിളിച്ചിരുന്ന അത് ഇന്ന് ഈ കാലത്ത് നമ്മൾ മോഡേൺ സയൻസിൽ അല്ലെങ്കിൽ ആധുനിക സായൻസിക സംവിധാനം മുന്നോട്ട് വയ്ക്കുന്ന മെഡിക്കൽ സയൻസിൽ നിങ്ങൾ വിളിക്കുന്ന മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള ഫാൻസി ആയിട്ടുള്ള ടെർമിനോളജീസിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ടോ? അത് യാഥാർത്ഥ്യമാണോ? ഈയിടെയായിട്ട് ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്ന പല സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ സിംറ്റംസിനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മൂഡ് സ്വിങ്സ് ആയിരുന്നു, എനിക്ക് ആ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ടാണ് ഞാനതിനെ എടുക്കുന്നത്.
കാരണം പണ്ട് ഒരു സ്റ്റിഗ്മറ്റൈസ് ചെയ്ത് വെച്ചിരുന്ന ഒരു മേഖലയായിരുന്നു മാനസികാരോഗ്യം. ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ, അപ്പോയിൻമെന്റ് എടുത്താൽ അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭ്രാന്താണ്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറെ ഒന്നും നടക്കില്ല, പോസിറ്റീവായിട്ടൊന്നും ഉണ്ടാവില്ല, ആ വ്യക്തിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, ആ വ്യക്തിക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. ഇത് സ്റ്റിഗ്മറ്റൈസ് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെ തിരിച്ച് ആ ഒരു റിവേഴ്സ് ഗിയറിൽ പോകാനായിട്ട് അല്ലെങ്കിൽ ഡീസ്റ്റിഗ്മറ്റൈസ് ചെയ്യാനായിട്ട് നമുക്ക് കുറേയൊക്കെ സാധിച്ചിട്ടുണ്ട് ഈ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള അവബോധത്തിലൂടെ. അങ്ങനെയാണ് പല ആളുകളും ഡിപ്രഷൻ ഉണ്ട് എന്നുള്ള കാര്യം, മൂഡ് സ്വിങ്സ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയുന്നത്. അതൊരിക്കലും ഫാൻസി ടേമായിട്ട് പറയുന്നില്ല. ഒരുപാട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് വ്യക്തികൾ അനുഭവിക്കുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ പെട്ടതാണ് ഇതെല്ലാം. കാരണം എസ്പെഷ്യലി ഇപ്പോൾ മൂഡ് സ്വിങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിൽ രോഗങ്ങൾ ഈ മൂഡ് സ്വിങ്സ് ലക്ഷണമായി വരാറുണ്ട്. അത് രോഗമായിട്ടുള്ള ഒരു രോഗലക്ഷണമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡിപ്രഷനുള്ള വ്യക്തിക്ക് മൂഡ് സ്വിങ്സ് ഉദ്ദേശിക്കുന്നത് റാപ്പിഡ്ലി ചേഞ്ച് ചെയ്യണം നമ്മുടെ മൂഡ്. ഇപ്പം ഞാൻ രാവിലെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഉച്ചയ്ക്ക് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ കുറച്ച് ആങ്ഷ്യസ് ആയിരിക്കുന്നു. അങ്ങനെ മാറി മറിയുന്ന ഒരു മൂഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിപ്രഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ ഇപ്പോൾ ചില പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന വ്യക്തിത്വ പ്രശ്നങ്ങളിൽ, വ്യക്തിത്വ രോഗങ്ങളിൽ ഈ അവസ്ഥ വളരെ കോമൺ ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൈം സിംറ്റം എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം പീരീഡിൽ സ്ത്രീകൾക്ക് പ്രസവാനന്തരമുള്ള സമയത്ത് ഈ ഒരു മൂഡ് സ്വിങ്സിലൂടെ പോകുന്നുണ്ട്. സോ ഒരുപാട് കണ്ടീഷൻസിൽ മൂഡ് സ്വിങ്സ് വരാം. അതൊരു ഭ്രാന്തിൻ്റെ ലക്ഷണമല്ല, അതുണ്ട് എന്ന് പറയുന്നത് ഫാൻസി ടേം അല്ല. കുറേയൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആവുക, ഇതൊരു പ്രശ്നമുള്ള കാര്യമില്ല, ഇന്ന് കണ്ടെത്താനും ട്രീറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു പ്രശ്നം മാത്രമാണ്. മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് ഡോക്ടർ നന്ദകുമാറിനോടാണ്. സ്ഥിരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ എക്കോയിങ് ആയിട്ട് പ്രതിധ്വനികൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് BP, ഷുഗർ. ഇതിന് ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആജീവനാന്തം മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലേ? മോഡേൺ സയൻസിൽ അതിലോട്ട് നമ്മൾ വലിച്ചിഴച്ചിടുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. എന്താണ് ഡോക്ടർ നന്ദകുമാറിന് പറയാനുള്ളതിനെ കുറിച്ച്? നമസ്കാരം. ഇതൊരു സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. BP-യും ഷുഗറും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആജീവനാന്തം മരുന്ന് കഴിക്കണം എന്നുള്ളത്. ഇത് രണ്ടും ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്നതാണ്. ആ ജീവിതശൈലിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആജീവനാന്തം മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ തന്നെ ഡയബറ്റീസ് റിവേഴ്സലിനെ പറ്റി ധാരാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകമെമ്പാടും ഓർബനൈസേഷൻ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ഡയബറ്റീസ് കൂടുന്നുണ്ട്. സ്റ്റാർച്ച് ഈറ്റിംഗ് കൂടിക്കൊണ്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഡയബറ്റീസ് കൂടുന്നുണ്ട്. സ്റ്റാർച്ച് ഒരുപാട് കഴിക്കുന്ന ഇന്ത്യ, ചൈന മാതിരിയുള്ള രാജ്യങ്ങളിൽ ഡയബറ്റീസ് കൂടുന്നുണ്ട്. പ്രപ്പോർഷൻ വെച്ചും കൂടുന്നുണ്ട്, ആക്ച്വൽ റിയൽ നമ്പേഴ്സിലും കൂടുന്നുണ്ട്. ഈ കേരളത്തിലെ സമൂഹം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ 20% പേർക്ക് ഡയബറ്റീസ് ഉണ്ട്. ഉത്തർപ്രദേശിൽ 6% പേർക്ക് ഡയബറ്റീസ് ഉണ്ട്. കാരണം അവിടെ ഭക്ഷണം ഇത്രയും കഴിക്കുന്നില്ല. നമ്മളിപ്പം ചെറിയ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ഒരു ശരാശരി ആൾ ജനനം തൊട്ട് മരിച്ചു കഴിഞ്ഞവരെ സ്റ്റാർച്ച് കഴിക്കുന്നവരാണ്. ജനിക്കുമ്പോൾ നാക്കിൽ തേൻ വെച്ച് കൊടുക്കും, മരിക്കുമ്പോഴത്തേക്ക് വായിൽ വാക്കേരി വെച്ച് കൊടുക്കുന്നു. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ സർവ്വത്ര ഷുഗർ കഴിക്കുന്ന ആൾക്കാരാണ് നമുക്കിവിടെ. ഇതേമാതിരി ഒബീസിറ്റി വളരെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകുന്നു. സെഡൻറ്ററി ആയിട്ടുള്ള വ്യായാമങ്ങളില്ലാത്ത ജീവിതം, സെഡൻറ്ററി ആയിട്ട് ജീവിക്കുന്നു. പിന്നെ സ്ട്രെസ്സുകൾ കൂടുന്നു. അങ്ങനെ ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. ഏജ് കൂടുന്നു, ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നു. ഈ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചേർത്താണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും സമൂഹത്തിൽ കൂടി വരുന്നത്. ഇത് നമുക്ക് ചിലത് കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ ജനറ്റിക് കമ്പോണൻ്റ് ഉണ്ട്, കുറച്ച് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് നിയന്ത്രിക്കുകയാണെങ്കിൽ ഡയബറ്റീസും ഇതൊക്കെ കുറഞ്ഞു വരും. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് 2 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സെഡൻറ്ററി ബിഹേവിയറും സ്റ്റാർച്ചും സ്വീറ്റനിങ് ഏജൻസ്, ഷുഗർ, ഡയറക്റ്റ് ഷുഗർ കഴിക്കുന്നതൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടും കുറഞ്ഞു വരും. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് ഇത് രണ്ടിൻ്റെയും ഇത് കുറച്ചിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കും. അതല്ലാതെ നിരന്തരം മരുന്ന് കഴിക്കണം എന്നുള്ളതല്ല. പക്ഷേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് നിരന്തരം മരുന്ന് കഴിക്കുന്നതാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇത് ജീവിത ഗുണത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചേ വെക്കുള്ളൂ. ഇനി മറ്റൊരു കാര്യം, എൻ്റെ ഫ്ലിപ്പ് സൈഡ് ഒരെണ്ണമുണ്ട്. ഈ മോഡേൺ മെഡിസിൻ അല്ലാതെ വേറെ ഒരു ചികിത്സാ രീതിയിലും ഡയബറ്റീസിൻ്റെയും ഹൈപ്പർ ടെൻഷൻ്റെയും കോംപ്ലിക്കേഷൻ മാറ്റാൻ പറ്റത്തില്ല. അൺട്രീറ്റഡ് ഹൈപ്പർ ടെൻഷന് ഡെഫിനറ്റായിട്ടും 10 കൊല്ലത്തിനകത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ട്രീറ്റ് ചെയ്യാതെ തന്നെ വേണം. അതിന് വേറെ മാർഗമില്ല. തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം എനിക്ക് ഡോക്ടർ ഹരീഷിനോടാണ് ചോദിക്കാനുള്ളത്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു മൂവിയായിരുന്നു കാന്താര എന്നൊരു മൂവി. അതിലൊരു കൾച്ചറൽ ഡിസോസിയേറ്റീവ് പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. 1000-1500 വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെയുള്ള ബൈപ്പോളാർ ഡിസോർഡേഴ്സ്, 1400 വർഷങ്ങളായ ചിലപ്പോൾ 1500 വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലുള്ള ബൈപ്പോളാർ ഡിസോർഡേഴ്സ്, സ്പ്ലിറ്റ്
പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി ഇങ്ങനെയുള്ള അനുഭവങ്ങളും അനുഭൂതികളിലോട്ടും ആൾക്കാർ പോയിട്ടുണ്ടോ? അത് യാഥാർത്ഥ്യമായിരുന്നോ? അവര് അഭിനയിച്ചതായിരുന്നോ? അതിനെക്കുറിച്ച് ഒന്ന് ഡോക്ടർ ഹരീഷിന് പറയാമോ? ഈ ബാധ കയറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ കാന്താര എന്നുള്ള സിനിമയിൽ വളരെ ഹീറോയുടെ ഒരു പ്രധാന ഒരു തീം അത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ചോദിച്ച സംശയമാണ്, ഈ ബാധ കയറുന്നതായിട്ട് ഇവർ യഥാർത്ഥത്തിൽ അഭിനയിക്കുന്നതാണോ അതോ അവർക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നതാണോ എന്നൊക്കെ, അല്ലെങ്കിൽ ഇത് കയറുന്ന സമയത്ത് പ്രത്യേകിച്ച് അമാനുഷികമായിട്ടുള്ള ശക്തികളെ കൈവരുമോ എന്നുള്ളത് എല്ലാ സംസ്കാരങ്ങളിലുമുള്ള പൊതുവെയുള്ളൊരു നമ്മൾ കാണുന്നതാണ് ഈ പറയുന്ന ഒരു ഷാമനിസം എന്ന് പറയുന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാമിങ്. അതായത് ഇപ്പോൾ ഒരു ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിപുരുഷൻ്റെ ബാധ ഒരു വ്യക്തിയിൽ, സമൂഹത്തിലുള്ള ഒരു വ്യക്തിയിൽ കയറുകയും അയാളൊരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നു, അയാളെ ആരാധിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള കൾച്ചറലായിട്ടുള്ള ബിലീഫ് എല്ലാ സംസ്കാരങ്ങളിലുമുണ്ട്, ഇന്ത്യൻ സംസ്കാരത്തിലുമുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ്. ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്, ഒരു ആൾട്ടേർഡ് കോൺഷ്യസ്നെസ് ആണ്, ആ ബോധത്തിൻ്റെ മറ്റൊരു തലം എന്ന് പറയാം. ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അഭിനയിക്കുകയല്ല, ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റിലൂടെ അധികം പോവുകയാണ്. അതിന് പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, വിശ്വാസപരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ചില മ്യൂസിക്കിൻ്റെ അകമ്പടി ഉണ്ടാകാം, ചില മന്ത്രങ്ങൾ, അല്ലെങ്കിൽ മറ്റാളുകൾ ഇദ്ദേഹത്തെ ആരാധിക്കുന്നു. സോ ഇതൊക്കെ ഒരു റീഇൻഫോഴ്സിങ് എഫക്റ്റ് ആണ്. യൂഷ്വലി ഇറ്റ് കംസ്. അത് എല്ലാ സമയത്തും അതിനെ ഈ പറയുന്ന നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ബിഹേവിയർ അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. കൾച്ചറലി അത് പ്രൊമോഷൻ കിട്ടും തോറും ഇറ്റ് ഗെറ്റ്സ്. പിന്നെ അതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു രോഗാവസ്ഥയായിട്ട് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയും. ഇപ്പോൾ പ്രത്യേകിച്ച് സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് ഒരു വ്യക്തി ഇതുപോലെയുള്ള ഡിസോസിയേറ്റ് ചെയ്യുന്നു, മറ്റൊരു വ്യക്തിയെ പോലെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ബാധ കയറിയ പോലെ സംസാരിക്കുന്നു, സീഷർ ലൈക്ക് സിംറ്റംസ് വരുന്നു. ഇത്തരത്തിലുള്ള വരുന്നത് അതിനെ നമ്മൾ ഡിസോസിയേറ്റീവ് കൺവേർഷൻ ഡിസോർഡർ എന്നാണ് പറയുന്നത്. ആ ട്രീറ്റ്മെന്റ് വേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ സ്യൂഡോ സയൻസുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മേഖലയാണ്. കാരണം ഈ പറയുന്ന ഉച്ചാടന ആവാഹനമൊക്കെ ഇന്നും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മന്ത്രവാദികൾക്ക് പ്രത്യേക സ്റ്റാറ്റസ് ഒക്കെ കിട്ടുന്ന ഒരു സമൂഹം കൂടെയാണ് നമ്മുടെ എന്ന് പറയുന്നത്. പൊതുസമൂഹം അതിനെ മനസ്സിലാക്കുന്നു കഴിഞ്ഞു. നിഷാദ് എന്തെങ്കിലും അതിനോട് ചേർക്കാനുണ്ടോ? പെട്ടെന്ന് എനിക്ക് പെട്ടെന്നൊരു കാര്യം പറയണ്ടായിരുന്നു. അതായത് നേരത്തെ ഷാ ചോദിച്ച ചോദ്യം, എന്തിനാണ് നമ്മൾ എതിർക്കുന്നതെന്ന്, ഇതര വൈദ്യത്തെ എതിർക്കുന്നതിന്റെ പ്രധാന കാരണം ഹരീഷിനോട് ചോദിച്ചായിരുന്നു. ഈ മാനസിക രോഗത്തിന് എന്താണ് ചികിത്സ? മോഡേൺ മെഡിസിനിൽ ഒരുപാട് there's a host of medicines ഇന്ന് അവൈലബിൾ ആണ്. അതേസമയം ചരക സംഹിതയിൽ മാനസിക രോഗത്തിന് പലതരത്തിലുള്ള ചിത്തഭ്രമത്തിന് ഉള്ള ചികിത്സ, ഒരു പ്രധാനപ്പെട്ട ചികിത്സ ഞാനൊന്ന് സൂചിപ്പിക്കാം. അതായത് വെണ്ണ പുറത്ത് പുരട്ടിയതിന് ശേഷം ഈ മാനസിക രോഗിയെ ഒരു വറ്റിയ കിണറിലേക്ക് താഴ്ത്തിയതിന് ശേഷം ആദ്യം മലർത്തി കടത്തുക, എറുമ്പരിക്കണം, ശരീരം മൊത്തം എറുമ്പരിച്ച് എറുമ്പ് കടിക്കണം. അതിനുശേഷം ആ മനുഷ്യനെ കയറിൽ വരിഞ്ഞ് കിണറ്റിലേക്ക് ഇറക്കിയിട്ട് അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയെന്ന് നുണ പറയണം. അങ്ങനെ അവനെ പേടിപ്പിക്കണം. എന്നിട്ട് രാജാവിൻ്റെ ഭടന്മാരെ കൊണ്ട് ഇവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തും. എന്നിട്ട് പല്ല് പോയ പാമ്പിനെ കൊണ്ട് ഇവനെ കടിപ്പിക്കും. ഇങ്ങനെ ഇവനെ ഓൾറെഡി കിളി പോയവനെ മൊത്തത്തിൽ അങ്ങോട്ട് കിളി പോയിപ്പിക്കുക. ഇതാണ് ചരക സംഹിതയിൽ മാനസിക രോഗത്തിന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചികിത്സ. ഈ ചികിത്സ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് BAMS ടെക്സ്റ്റ് ബുക്കിൽ ഈ സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒരു ഏകദേശ രൂപം കിട്ടിക്കാണ് എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കേണ്ടതെന്നുള്ളത്. നിഷ ചരകനെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ചോദിക്കാണ്, ചരകനും സുശ്രൂതനും നമ്മുടെ ഒരു പ്രീ സയൻസിന്റെ ഒരു വക്താവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രീ സയൻസ് പ്രിമിറ്റീവ് സയൻസ് ആയിട്ട് എന്തുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്തുകൂടാ? അവരിൽ നിന്നല്ലേ മോഡേൺ സയൻസിൽ അല്ലെങ്കിൽ ആധുനിക ചരകനൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒരു നിവൃത്തിയില്ല. മൈക്രോബയോളജി ഇല്ല, ജേം തിയറി ഇല്ല, രക്തചംക്രമണം എന്താണെന്നോ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നോ അറിഞ്ഞുകൂടാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ചരകനും സുശ്രുതനും ഒക്കെ ഓരോന്ന് എഴുതി വെച്ചത്. വായി തോന്നുന്നതൊക്കെ എഴുതി വെച്ചിരുന്നു. 360 എല്ലാണ് സുശ്രുതൻ നമ്മുടെ ശരീരത്തിലുള്ളത്. എങ്ങനെ കൂട്ടി നോക്കിയാലും 10 20 നഖവും 32 പല്ലും കൂട്ടി നോക്കിയാൽ പോലും 360 എല്ലുകൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടർ നന്ദകുമാറിനോടാണ്. ഈ വല്ലപ്പോഴും സംഭവിക്കുന്ന ഈ സംസം വെള്ളം മൂക്കിലോട് ഒഴിച്ച് മറ്റേ അമീബിക് എൻസെഫലൈറ്റിസ് ഉണ്ടാവുക, അക്യുപഞ്ചറിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവുക, ഇങ്ങനെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യത്തെ സാമാന്യവൽക്കരിച്ചിട്ട് ആയുഷ് പോലുള്ള ഒരു സമാന്തര ചികിത്സ, ഗവൺമെന്റ് അംഗീകരിച്ച സമാന്തര ചികിത്സ നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഒന്നാമത് ഇത് വല്ലപ്പോഴും സംഭവിക്കുന്നതല്ല. കേരളത്തിൽ മാത്രം അക്യുപഞ്ചർ കൊണ്ട് 6 പേര് മരിച്ചു കഴിഞ്ഞു. ഒരു ശരാശരി
ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയിലും 6 പേരെ മരിക്കുകയുള്ളൂ. അത് നമ്മൾ ഗൗരവമായിട്ട് ഇത് കാണേണ്ടതാണ്. അക്യുപഞ്ചർ ചികിത്സ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ്. അത് കുറഞ്ഞ് യാതൊന്നും മറ്റും കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇന്ന് തന്നെ നമുക്കൊരു സംശയം ഉണ്ടായപ്പോഴത്തേക്ക് ആൾക്കാരെയൊക്കെ എവിക്ട് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഏതാണ്ട് അതുപോലെയാണ് അക്യുപഞ്ചർ. 2 ഗർഭിണികളും അവർ പ്രസവത്തിൽ മരിച്ചു. അവരുടെ കുഞ്ഞുങ്ങൾ, നിയോനേറ്റൽ കുഞ്ഞുങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയാണെന്നാണ് നമ്മൾ പറയുന്നത്. അവർ മരിച്ചു. പിന്നെ ഒരു ക്യാൻസർ പ്രശ്നമുള്ള ഒരു സ്ത്രീ മരിച്ചു. പിന്നെ 14 മാസം പ്രായമുള്ള ഇന്നസെൻ്റ് ആയിട്ട് കുട്ടിയുടെ ദേഹം മുഴുവൻ കുത്തി അതിന് ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് ബ്രെയിൻ മുഴുവൻ ജോണ്ടിസ്ഡ് ആയിട്ട് മരിച്ചിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഭീകര അവസ്ഥയാണ്. ഇത് മനുഷ്യ ആർജവമുള്ള ഓരോരുത്തരും എതിർക്കേണ്ടതാണ്. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ ചോദ്യം, സാംസാം വെള്ളം മൂക്കിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത് പ്രാകൃതമായിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്ക് അങ്ങനെയല്ല. ഇത് മെഡിക്കലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. മൂക്കലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കൊടുക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ആചാരപരമായിട്ടുള്ള കാര്യം, അത് സാംസം മാത്രമല്ല, അത് ഗംഗാജലമായാലും ഇത് തന്നെയാണ്. ഗംഗാജലം ഒന്നും പവിത്രമായിട്ടുള്ള ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇമാതിരിയൊക്കെ കുഞ്ഞുങ്ങളെ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ നമ്മൾ മാത്രം ചെയ്യുന്നത് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെയല്ല. പിന്നെ ആയുഷൊക്കെ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറയുന്നു. അതും അത്ര ശരിയൊന്നും അല്ല. ഗവൺമെൻറ്റിൻ്റെ അകത്ത് കോടതി വിധികളും ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പോൾ സമാന്തര ചികിത്സ അല്ലെങ്കിൽ ഇതര വൈദ്യം, CAM എന്ന് വിളിക്കുന്ന കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, ഇവർ പറയുന്ന പോലെ അതൊരു സ്കാം ആണ്. ആണോ? സ്കാം ആയിരിക്കാം. എനിവേ, താങ്ക് യു. ഓപ്പൺ ക്ലിനിക്കിന്റെ OPയിലിരുന്ന ഡോക്ടർ നന്ദകുമാറിന് മൊമെന്റോ സമ്മാനിക്കുന്നതിനായി രവീഷ് കൈപ്പള്ളിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഹരീഷ് കൃഷ്ണന് മെമന്റോ നൽകുന്നതിനായി ഷൈജു പേരാമ്പ്രയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിഷാദ് കൈപ്പള്ളിക്ക് മെമന്റോ സമ്മാനിക്കുന്നതിനായി അനൂപ് എസ് കുമാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഷാ സുൽത്താന് മെമന്റോ നൽകുന്നതിനായി പ്രിയ രാജേഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.